കത്തോലിക്ക സഭയുടെ തന്ത്രം വിജയിക്കും. സിസ്റ്റർ അഭയ കൊലക്കേസിലെ പ്രതികളായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും ജയിൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടും. അപ്പീലുമായി അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 70 തികഞ്ഞ ഇവർക്ക് ജീവാന്ത്യം വരെ ജയിൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള തന്ത്രമായിട്ടാണ് അവർ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സിസ്റ്റർ അഭയ കേസിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഏതാണ്ട് 28 വർഷമായി ഈ കേസിന്റെ വിധി പുറത്തു വരുന്നതിന് ഇടയായത്. 28 വർഷത്തിന് കാലയളവ് നീട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞ ഇവർക്ക് അപ്പീലുകളുമായി ഹൈക്കോടതിയും സുപ്രീം കോടതിയും കയറിയിറങ്ങി ഇനിയും 10, 25, 30 വർഷം കൂടെ നീട്ടിക്കൊണ്ടുപോകാനായിട്ട് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ല എന്നാണ് ആത്മായ സംഘടനകൾ പറയുന്നത്. ശരിയാണ്, വലിയ സമ്പത്തും സ്വാധീനമുള്ള കത്തോലിക്ക സഭയ്ക്ക് ഇവരുടെ 70 തികഞ്ഞ ഇവർക്ക് ഇനിയുള്ള ഒരു ആയുസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇവരുടെ ജീവിതാന്ത്യത്തിന് ശേഷം കേസ് നിലനിൽക്കില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കിയ കത്തോലിക്ക സഭ അത് അത്രമാത്രം നീളത്തിലേക്ക് പോകട്ടെ, നീട്ടിക്കൊണ്ടു പോകാം എന്നുള്ള തീരുമാനത്തിലാണ് നിൽക്കുന്നത്. ഇക്കാര്യത്തില് കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനങ്ങളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്കും വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന നേർച്ചപ്പണം ഇത്തരം കൊലപാതക കേസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് കാത്തലിക് ലേമൻസ് അസോസിയേഷൻ പറയുന്നത്. സിസ്റ്റർ അഭയ കേസിൽ ചെലവഴിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ കണക്ക് ഇത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകണമെന്നാണ് സംഘടനയുടെ ആവശ്യം. കാത്തലിക് ലേമൻസ് അസോസിയേഷന്റെ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി ശ്രീ ML ജോർജ് പ്രതികരിക്കുന്നു. ഒരു പുരോഹിതനായ ഫാദർ തോമസ് കോട്ടൂരിനെയും സിസ്റ്റർ സെബിയെയും അഭയ കൊലക്കേസിൽ CBI കോടതി ശിക്ഷിക്കുകയുണ്ടായി. ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. ജോമോൻ പുത്തമ്പരയുടെ 3 ദശാബ്ദക്കാലത്തെ നിരന്തരമായ പോരാട്ടത്തിൻ്റെ ഫലമായാണ് ഇവരെ നിയമത്തിന് വിധേയരാക്കിയത്. ഈ കാലയളവിൽ സഭയുടെ വരുമാനങ്ങളും വിശ്വാസികൾ ആർജിച്ച നേർച്ചപ്പണം അടക്കമുള്ള കാണിക്കയും കോടിക്കണക്കിന് രൂപ ഇവർ അവരുടെ കൊലക്കുറ്റത്തിൽ നിന്നും മോചനത്തിന് വേണ്ടി ചിലവഴിക്കുകയുണ്ടായി. സഭയിൽ വിശ്വാസികൾ ആർജിച്ച നേർച്ചപ്പണം കൊലപാതകത്തിനും വേശ്യാവൃത്തിക്കും അധർമ്മത്തിനും അനീതിക്കും വിനിയോഗിക്കാനുള്ളതല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മുൻനിർത്തി വിനിയോഗിക്കാനുള്ള ഫണ്ടാണ്. ഈ ഫണ്ട് ഇപ്പോഴും ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കുറ്റവാളികൾക്ക് വേണ്ടി മെത്രാൻ പുരോഹിതവർഗം. ഇപ്പോൾ ഈ ശിക്ഷയെ ചോദ്യം ചെയ്ത് ഫാദർ കോട്ടൂർ, സെഫി തുടങ്ങിയവർ കേരള ഹൈക്കോടതിയിൽ ക്രിമിനൽ റിവിഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. ഒരു കേസിൽ പ്രതികളെ ശിക്ഷിക്കപ്പെട്ടാൽ ആ പ്രതികൾക്ക് നിയമപരമായി അതിനെ ചോദ്യം ചെയ്യാനുള്ള, വിധിയെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അവരിൽ നിക്ഷിപ്തമാണ്. അതിനെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നും പറയുവാനില്ല. എന്നാൽ സഭയുടെ നേർച്ചപ്പണവും അതുപോലെ വരുമാനങ്ങളും ഇത്തരം കൊലപാതകങ്ങൾക്കും വേശ്യാവൃത്തിക്കും അതുപോലെ അധർമ്മത്തിനും അനീതിക്കും ഗർഭിണികളാകുന്ന കന്യാസ്ത്രീകളുടെ അവിഹിത ബന്ധം, അവരുടെ കുട്ടികളെ അവിഹിത ബന്ധത്തിലുണ്ടാകുന്ന കുട്ടികളെ പുറന്തള്ളുന്നതിനും ദുർവിനിയോഗം ചെയ്യുന്ന ഈ നടപടി ക്രിസ്തീയ സമൂഹം തിരിച്ചറിഞ്ഞ് ഇതിനെതിരെ പ്രതികരിക്കേണ്ട കാലഘട്ടമാണ്. ഈ സാഹചര്യത്തിൽ
നമ്മുടെ സമാന ചിന്താഗതികളല്ല, സമാധാന ചിന്താഗതികൾ പ്രവർത്തിക്കുന്ന ക്രിസ്തീയ സംഘടനകളും വിവിധ സമുദായ സംഘടനകളും ഇത്തരം തിന്മകൾക്കെതിരെ വിരൽ ചൂണ്ടേണ്ടതും ഈ സഭയുടെ കാണിക്ക ദുർവിനിയോഗത്തിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതും അനിവാര്യമാണ്. ഈ സാഹചര്യത്തിൽ കാത്തലിക് ലേമൻസ് അസോസിയേഷന് നൽകുവാനുള്ള സന്ദേശം, ഇവരുടെ കൊലപാതകത്തിന് വേണ്ടി ദുർവിനിയോഗം ചെയ്ത ഫണ്ടിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തുവാൻ മെത്രാൻ പുരോഹിത വർഗത്തോട് നിർബന്ധമായും ആവശ്യപ്പെടുകയും ഈ ദുർവിനിയോഗം തടയുന്നതിന് ശക്തമായ പ്രതികരണങ്ങൾ അൽമായ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് കാത്തലിക് ലേമൻസ് അസോസിയേഷൻ്റെ പേരിൽ ക്രിസ്തീയ സമൂഹത്തോടും ഇതര സമൂഹങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ 28 വർഷമായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച കത്തോലിക്ക സഭ ഈ കൊലക്കേസ് പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടുന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ല എങ്കിൽ അവർ സുപ്രീം കോടതിയെ വരെ സമീപിക്കുമെന്നാണ് ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലിന്റെ മുൻ പ്രസിഡന്റ് ജോസഫ് വെളിവിൽ അഭിപ്രായപ്പെടുന്നത്. ഈ അഭയ കേസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടു വാക്ക് ഞാൻ സംസാരിക്കുകയാണ്. തിരുവനന്തപുരം CBI കോടതിയുടെ വിധിയെ തുടർന്ന് 2 പ്രതികൾ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സ്റ്റെഫിയും ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. അവരെ അപ്പീലിനായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇത് എന്നെപ്പോലുള്ള വ്യക്തികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അവർ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്നുള്ളത്. ഈ ഹൈക്കോടതിയിലെ ഈ കേസ് വാദിക്കുന്നതിന് ഡൽഹിയിൽ നിന്ന് പ്രഗത്ഭരായിട്ടുള്ള വക്കീൽമാരെ അവർ ഇറക്കുമതി ചെയ്യും. ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലായിരിക്കും ആ കേസ് വാദിക്കാനായിട്ട് ഇവർ കൊണ്ടുവരിക. ഇനി ഹൈക്കോടതിയിൽ അവിടെ നിന്നും വരുന്ന വിധി ഈ പ്രതികൾക്ക് പ്രതികൂലമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സുപ്രീം കോടതിയെ സമീപിക്കും. ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 28 വർഷമായിട്ടാണ് ഇങ്ങനെ ഒരു CBI വിധി വന്നിരിക്കുന്ന അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട്. ആ 28 വർഷം എടുത്തെങ്കിൽ ഇനിയും എത്ര വർഷം ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയായിട്ട് കൊണ്ടുപോകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ 2 പ്രതികളും ഏതാണ്ട് 75-70 വയസ്സ് പ്രായമുള്ളവരാണ്. എത്ര വർഷം കൂടി ജീവിച്ചിരിക്കും? ഇതിനിടയ്ക്ക് അവർക്ക് ജീവഹാനിയുണ്ടായ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ കേസ് തള്ളിയും പോകും. അതുവരെ ഈ ജയിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കിട്ടുന്നതിനുള്ള ഒരുതരം അഭ്യാസമാണ് ഈ അപ്പീൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവർ കോടതി വിധിയെ പാടെ തള്ളിക്കളയുകയാണ്. കാരണം അവരെ കുറ്റം ചെയ്തിട്ടുള്ള വ്യക്തികളല്ല. അടക്ക രാജുവിൻ്റെയും ഒരു കളർ കൂടെ അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അവരുടെ സാക്ഷിമൊഴി വിശ്വസനീയമല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ 28 വർഷം കേസ് നടത്തിക്കൊണ്ടുപോകുന്നതിന് അവർ സുപ്രീം കോടതി വരെ പോയി. ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ കേസിങ്ങനെ നീട്ടി അതിൻ്റെയൊക്കെ എത്ര ശതകോടികൾ ഇവരെ മുടക്കിയിട്ടുണ്ട്. ഈ കേസിന് മുടക്കിയിട്ടുള്ളതായിട്ടുള്ള ഈ കോടികൾ ആരുടെ? കാരണം വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നേർച്ച കൊടുത്ത പൈസ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇഷ്ടദാനം ചെയ്ത ഭൂമികൾ, പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ,
അപ്പോൾ ഇതൊക്കെ ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിന് എത്ര കോടി രൂപ സഭാ മേലധ്യക്ഷന്മാർ മുടക്കിയാലും ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇതിന് ഒരു നിയമത്തിലൂടെ സഭാസ്വത്ത് ഭരിക്കുന്നതിന് ഒരു നിയമത്തിലൂടെ മാത്രമേ ഇവരെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. അതില്ലാത്തടത്തോളം കാലം ഇത്തരം ക്രിമിനലുകൾ ഉണ്ടാവും. ആ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ സഭാ മേലധ്യക്ഷന്മാരുണ്ടാവും. ഒരിക്കലും അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ അവർ തുറന്നു പറയാറില്ല. അവരതിനെ ന്യായീകരിച്ച് അവരുടെ തെറ്റ് ഇല്ല എന്ന് വരുത്തി തീർക്കാനേ സഭാ വക്താക്കളോ സഭാ മേലധ്യക്ഷന്മാരോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനെന്ത് വളരെ വ്യക്തമാണ്. ഈ കേസ് എത്ര നാൾ കൂടി, എത്ര വർഷങ്ങൾ കൂടി നീണ്ടു പോകുമെന്നുള്ളത്. രാഷ്ട്രീയ, മത, സാമ്പത്തിക ശക്തികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയാണ് അഭയ കേസ് 28 വർഷം നീട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞതെന്ന് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി കെ ജോസ് കണ്ടത്തിൽ അഭിപ്രായപ്പെട്ടു. ഞാൻ ജോസ് കണ്ടത്തിൽ ലോകമാകെയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു CBI കോടതി വിധി അഭയ എന്നൊരു സാധു പെൺകുട്ടിയെ കൊന്ന് കിണറ്റിലിട്ടതിനെ പറ്റിയുള്ള 28 വർഷവും 8 മാസവും നീണ്ടു നിന്ന ഒരു കേസ് അന്വേഷണ പ്രഹസനം. ഈ കേസ് അന്വേഷണത്തിൽ ഇടപെട്ടത് രാഷ്ട്രീയ സ്വാധീനം, മതസ്വാധീനം, പണത്തിൻ്റെ സ്വാധീനം, ഭരണകർത്താക്കളുടെ വളരെ സൗമനസ്യത്തോടുള്ള സഹകരണം, ഇതിനെയെല്ലാം അതിജീവിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ച 28 വർഷവും 8 മാസവും കഴിഞ്ഞിട്ട് ഒരു കേസിൻ്റെ വിധി വന്നു. 28 വർഷവും 8 മാസവും കൊണ്ട് ഈ കേസിലെ എല്ലാ തെളിവുകളെയും മാറ്റിമറിക്കാനും ഇതിലെ ആദ്യകാലത്ത് സത്യസന്ധമായ സാക്ഷി പറഞ്ഞ് എല്ലാവരും വിലക്കെടുക്കുവാനും കഴിഞ്ഞ സാമ്പത്തിക സ്രോതസ്സുകളുള്ള വൻകിട കുത്തകകളായ ഈ പറഞ്ഞ പ്രതികളുടെ സഭയ്ക്ക് ഇതിന് കഴിഞ്ഞു. കേസ് നീട്ടി കൊണ്ടുപോയി. നാം എല്ലാം അറിയുന്നുണ്ട്, ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. ഇതിനേക്കാൾ കൂടുതൽ ഒരു ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയാൻ പറ്റിയ വേറൊരു കേസാണുള്ളത്. ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു കൊലപാതക ക്രിമിനൽ കേസിനെ ഇത്രയേറെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ രാഷ്ട്രീയ, മത, ഭരണ നേതൃത്വങ്ങൾക്ക് കഴിഞ്ഞത്. അതുമാണ്. പക്ഷെ ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല, പ്രതികളെ കണ്ടെത്താൻ പറ്റുന്നില്ല, എഴുതി തള്ളണമെന്നും പറഞ്ഞ് എത്രയോ പ്രാവശ്യം. പക്ഷെ ഏതോ മനസാക്ഷിയുള്ള, ആദർശധീരതയുള്ള, ധീരനായ ഒരു സാധാ മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശപ്രകാരം വീണ്ടും കേസ് അന്വേഷിക്കേണ്ടി വന്ന് തെളിഞ്ഞു. ഇപ്പോഴീ തെളിവുകളെ പറ്റിയാണ് ജുഡീഷ്യൽ റിട്ടയർ ചെയ്ത ബഹുമാന്യരായ സുപ്രീം കോടതി ജഡ്ജിമാരും ഹൈക്കോടതി ജഡ്ജിമാരും പറയുന്നു, ഫോറൻസിക് സർജന്മാർ പറയുന്നു ഈ വിധി തെറ്റാണ്. കാരണം ഇതിലെ സാക്ഷി പറഞ്ഞ അടയ്ക്ക രാജു എന്ന് പറയുന്ന സാധാരണക്കാരൻ കള്ളനാണ്, കഞ്ചാവിൻ്റെ അടിമയാണ്, ഹാലൂസിനേഷനാണ്. പാവപ്പെട്ട ഒരു സാക്ഷിമൊഴിക്ക് യാതൊരു വിലയില്ല. പാവപ്പെട്ടവന് എന്തെങ്കിലും ഒരിക്കൽ സത്യം പറഞ്ഞുകൂടാ എന്ന് എവിടെയെങ്കിലും ഭരണങ്ങളിൽ എഴുതിയിട്ടുണ്ടോ? സാധുവായിരുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്നും നേടാനില്ലാത്ത, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത അടയ്ക്ക രാജു സത്യം കണ്ടു, സത്യം പറഞ്ഞു. ആ പാവപ്പെട്ടവൻ സത്യം പറയില്ല എന്ന് കോടതി തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. ഈ കള്ളം ഇവർക്ക് പറയാൻ പള്ളിയുണ്ട്, പള്ളി അൽത്താരകളുണ്ട്, അവിടെ നിന്ന് പ്രസംഗിക്കും, വിശ്വാസികളെ കണ്ണടച്ച് വിശ്വസിപ്പിക്കും. ഫോർജറികളുടെയും കെട്ടുകഥകളുടെയും കൃത്രിമങ്ങളുടെയും ഹെഡ് ഓഫീസാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രീക്കുകാരും പണ്ട് പറയായിരുന്നു ഇത് ക്യാപിറ്റൽ ഓഫ് ഫോർജറീസ് എന്നാണ് വത്തിക്കാനെ പറ്റി പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഞങ്ങളെ വിശ്വാസികളെ, ആളുകളെ ഇവർക്ക് എങ്ങനെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനും സാധിക്കും. ഇതുകൊണ്ട് ഇന്നും ഞങ്ങളുടെ സത്യക്രിസ്ത്യാനികളായ സത്യകത്തോലിക്കരെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ഒരു വൈദികനൊരിക്കലും കൊലപാതകം ചെയ്യാൻ പറ്റില്ല. ഈ കുന്നപ്പള്ളി എന്ന് പറയുന്ന ജ്ഞാനായ ആർച്ച് ബിഷപ്പ് തന്നെ പറഞ്ഞു, അയാൾക്കൊരു ഒരു കൊതുക് കടിച്ചാൽ പോലും കൊല്ലില്ലാത്ത ആളാണ് കോട്ടൂരും സൈഫി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ നീതി എവിടെയെങ്കിലും ഇവരൊരു ലൂപ്പ് ഹോൾ ഉപേക്ഷിക്കപ്പെടും. ഈ വലിയ കോടതികളിൽ പോയി ഒരുപക്ഷെ കുറ്റവിമുക്തരായാലും ഈ ഇന്ത്യൻ ജനതയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളിലെ 99% ഇവർ കുറ്റവാളികളാണെന്നും കൊലപാതകികളാണെന്നും വിശ്വസിക്കുന്നുണ്ട്.
ഈ ജനകീയ വിചാരണ, ഈ സാമൂഹിക വിചാരണയ്ക്ക് വേണ്ടി അവസരം ഒടുക്കി കൊടുക്കാൻ വിശ്വാസികളുടെ തോത്രക്കാഴ്ചയെ നേർച്ചപ്പണം ഉപയോഗിച്ച് സുപ്രീം കോടതിയിലെ വൻകിട വക്കീലന്മാരെ വെച്ച് കേസ് നടത്തണമായിരുന്നോ? ഇത് ആരുടെ പണമാണ്? വിശ്വാസി ചിന്തിക്കണം. സത്യവിശ്വാസികളായ കുഞ്ഞാടുകൾ ചിന്തിക്കുക. നിങ്ങളുടെ പണം കൊണ്ടായി കളിയെല്ലാം കളിച്ചത്, നിങ്ങളുടെ പണം കൊണ്ടായത്. പക്ഷേ അവസാനം അത് പാളിപ്പോയി. സിസ്റ്റർ അഫയെ കൊലപ്പെടുത്തിയ ഫാദർ തോമസ് കോട്ടൂരാനും സിസ്റ്റർ സെഫിയും അപ്പീലുകളുടെ സഹായത്തോടെ ജയിൽ ശിക്ഷയിൽ നിന്നും പുറത്തു വരുമെന്നുള്ള ഉറപ്പാണ് സഭാ വക്താക്കളും ന്യായീകരണത്തുള്ള പറയുന്നത്. പിന്നീട് ഇവരെ സകലദാസന്മാരും സകലദാസിയുമായി പ്രഖ്യാപിച്ച് പാവപ്പെട്ട കുഞ്ഞാടുകളെ കൊണ്ട് ഇവരുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിശുദ്ധ മെഴുകുതിരി കത്തിക്കുമെന്നും ഇവർ ആണയിടുന്നു. ഇവിടെ ഒരു സംശയം, അപ്പോഴേക്കും കത്തോലിക്ക സഭ ഈ രൂപത്തിൽ ഇവിടെ ഉണ്ടാകുമോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ.